بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال الله سبحانه وتعالى: إياك نعبد وإياك نستعين. സൂറത്ത് ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിന് ശേഷം ഉള്ള ആയത്താണ്. എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ? വാക്കർത്ഥം വേറെ ആരാണ് ശ്രദ്ധിച്ചത്? ദീൻ വേറൊരർത്ഥം ഫലം പറഞ്ഞു, വേറൊരർത്ഥം പറയുമ്പോൾ വീണ്ടും കുറച്ച് ഫലം തന്നെ. പ്രവർത്തനം അല്ലെങ്കിൽ ഇബാദ. തമാം. നമ്മളെന്താണ് ഇത് ഒരു കടത്ത് കഴിക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വേണം. മറിച്ച് ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഖൗലുഹു തആല ഇയ്യാക നഅ്ബുദു. ഇയ്യാക മഫ്ഊലുൻ ബിഹി മുഖദ്ദം. മാത്രം എന്നൊരു വാക്ക് അവിടെ കാണുകയില്ല അറബിയിൽ. നിന്നെ മാത്രം എന്നൊരു മാത്രത്തിൻ്റെ വാക്ക് ഇയ്യാക നഅ്ബുദുവിൽ കാണുന്നില്ല. അവിടെ വാക്കിൽ എന്തേ ഉള്ളൂ? ഇയ്യാക, നിന്നെ, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. മാത്രത്തിന് അവിടെ കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ മാത്രം എന്ന അർത്ഥം കിട്ടിയത്? ഇയ്യാക മഫ്ഊലുൻ ബിഹി മുഖദ്ദം. ഇയ്യാക എന്നത് മഫ്ഊലുൻ ബിഹിയാണ്. സാധാരണ മഫ്ഊലുൻ ബിഹി വരൽ ബാക്കിലാണ്, നഅ്ബുദു ഇയ്യാക എന്നാണ്. പക്ഷെ ഇവിടെ ഇയ്യാക എന്ത് ചെയ്തു? ഫ്രണ്ടിൽ കൊണ്ടുവന്നു. ഇയ്യാക നഅ്ബുദു എന്നാക്കി. വആമിലുഹു നഅ്ബുദു. നഅ്ബുദു എന്നതാണ് ശരിക്കും എന്താണ് അവിടെ പ്രവർത്തിക്കുന്ന പിന്നെ ക്രിയ. അത് പക്ഷേ ബാക്കിലും വെച്ചു. അപ്പോൾ ഒരു ചെറിയ ചേഞ്ച് അവിടെ വാക്കിൻ്റെ ഘടനയിൽ വരുത്തിയിട്ടുണ്ട്. അറബി പഠിക്കുന്നവർക്ക് അവർക്ക് മനസ്സിലാവും. വഖുദ്ദിമ അലാ ആമിലിഹി ലിഇഫാദത്തിൽ ഹസ്രി. ആമിലിൻ്റെ മുന്നിൽ, അതായത് നഅ്ബുദിൻ്റെ മുന്നിൽ ഇയ്യാക. സാധാരണ നഅ്ബുദിൻ്റെ ശേഷം അറബി ഭാഷ സംസാരിക്കുന്നവർക്കറിയാം ദറബ സൈദുൻ അംറൻ. മഫ്ഊലുൻ ബിഹിനെ അവസാനത്തിലാണ് വെക്കുക. പക്ഷേ ഇവിടെ മഫ്ഊലുൻ ബിഹിനെ ഫസ്റ്റ് കൊണ്ടുവച്ചു. എന്തിന്? ലിഇഫാദത്തിൽ ഹസ്രി, മാത്രം എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഘടനയിലാണ് മാത്രം എന്ന അർത്ഥം കിട്ടിയിട്ടുള്ളത്. طيب فمعناه لا نعبد إلا إياك. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ നിന്നെ അല്ലാതെ ആരാധിക്കുകയില്ല. وكان منفصلا لتعذر الوصل حينئذ. അവിടെ മുൻഫസിലായ ضمീറായിട്ടാണ് വന്നത് ഇയ്യാക. നഅ്ബുദുക എന്നാണ് നമ്മൾ സാധാരണ പറയൽ, നഅ്ബുദുക. പക്ഷേ ഈ ക എന്നതിനെ എന്താക്കി? ഇയ്യാക എന്നാക്കി. അതുകൊണ്ടാണ് ഇതൊക്കെ എന്താണ് പറഞ്ഞ പോലെ ഭാഷാപരമായ ചർച്ചകളാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കിതാബിൽ നിന്ന് വായിക്കുകയാണ്. നഅ്ബുദു ഐ നതദല്ലലു ലക അക്മല ദുല്ലിൻ. നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റബ്ബേ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിനക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്നു, വിനയപ്പെടുന്നു, താഴുന്നു, താഴ്മ കാണിക്കുന്നു എന്നാണ്. വലിഹാദ, അതിനാലാണ് تجد المؤمنين يضعون أشرف ما في أجسامهم في موطئ الأقدام ذلا لله عز وجل ويسجد على التراب تمتلئ جبهته من التراب كل هذا ذلا لله. അതിനാലാണ് ഒരു മുഅ്മിനിനെ നിനക്ക് കാണാം കാല് ചവിട്ടുന്ന സ്ഥലത്ത് അവൻ്റെ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം അവൻ വെക്കും, മുഖം. എന്നിട്ടോ അവൻ മണ്ണിൽ സുജൂദ് ചെയ്തേക്കാം. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് എവിടെ അവൻ ചെയ്യും? മണ്ണിൽ ചെയ്യും. അങ്ങനെ അവൻ്റെ മുഖം മുഴുവൻ മണ്ണ് നിറയും. പക്ഷേ അവൻ സുജൂദ് ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അവൻ സുജൂദ് ചെയ്യും. ഇതൊക്കെ എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിനയമാണ്, താഴ്മയാണ്. നമുക്കൊരു വിലയില്ല. നമ്മളുടെ റബ്ബ് പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കുന്നു.
വലൗ അന്ന ഇൻസാനൻ ഖാൽ അന ഉഅതീക ദുനിയ കുല്ലഹാ വസ്ജുദ് ലി. ഒരു മനുഷ്യൻ വന്നിട്ട് നമ്മളോട് നിനക്ക് ദുനിയാവ് മുഴുവൻ എഴുതി തരാം, എനിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യൂല? മാ വാഫഖൽ മുഅ്മിനു അബദ. ഒരു മുഅ്മിൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യുകയില്ല, ഒരു മുഅ്മിൻ ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല. അവൻ അവിടെ എന്ത് ചെയ്യൂല? സുജൂദ് ചെയ്യുകയില്ല. ഒരു മുഅ്മിൻ ഒരിക്കലും ഖബറിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയില്ല. ഒരു മുഅ്മിൻ ഒരിക്കലും ഒരു വ്യക്തിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയില്ല. മറിച്ച് അവൻ ആർക്കാണ് സുജൂദ് ചെയ്യുക? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ലഅന്ന ഹാദാ الذل ഔ الذل ലില്ലാഹി അസ്സ വജല്ല വഹ്ദഹു. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു താഴ്മ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട താഴ്മയാണ്. വൽഇബാദത്തു തതദമ്മനു ഫിഅല മാ കുല്ലമാ അമറ അല്ലാഹു ബിഹി. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാം ചെയ്യലാണ്. അല്ലാഹു കൽപ്പിച്ചോ എങ്കിൽ അത് ചെയ്യും. വതർക്കു കുല്ലമാ നഹാ അല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയോ അതൊക്കെ ഒഴിവാക്കലാണ്. ലഅന്ന മൻ ലം യകുൻ കദാലിക ഫലൈസ ബിആബിദിൻ. അങ്ങനെയല്ലാത്തവൻ അടിമയല്ല, അങ്ങനെയല്ലാത്തവൻ ഇബാദത്ത് ചെയ്യുന്നവനല്ല. ഒരടിമ എന്താണ് ചെയ്യുക? അള്ളാഹു പറഞ്ഞു അത് ചെയ്തു, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞു അത് ചെയ്തില്ല. ഇങ്ങനെയാണ് ഒരടിമ. ولو لم يفعل المأمور به لم يكن عابدا حقا ولو لم يترك المنهي عنه لم يكن عابدا حقا. കൽപ്പിച്ചത് പ്രവർത്തിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അടിമയാവുകയില്ല. അതുപോലെ തന്നെ ഒഴിവാക്കാൻ പറഞ്ഞ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള അടിമ ആവുകയില്ല. അൽ അബ്ദു, അബ്ദ് അടിമ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യുവാഫിഖുൽ മഅബൂദ ഫീ മുറാദിഹി ശർഈ. ശർഈയായ അല്ലാഹുവിൻ്റെ ആരാധിക്കപ്പെടുന്ന ആരാണ്? അല്ലാഹു. അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രവർത്തിക്കുന്നവനാണ് ആര്? യഥാർത്ഥത്തിലുള്ള അടിമ എന്ന് പറഞ്ഞാൽ. طيب فالعبادة تستلزم أن يقوم الإنسان بكل ما أمر به وأن يترك كل ما نهي عنه. ഇബാദ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്നത് എന്താണ്? എന്തൊക്കെ അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ചെയ്യാൻ അവനെ നിർബന്ധമാക്കുന്നു. എന്തൊക്കെ വിരോധിക്കപ്പെട്ടിട്ടുണ്ടോ, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്യാതിരിക്കാൻ അവനെ നിർബന്ധിക്കുന്നു. അതുപോലെ തന്നെ വലിഹാദാ ഖാല അല്ലാഹു തആല വലാ യുംകിനു അൻ യകൂന ഖിയാമുഹു ഹാദാ ബിഗൈരി മഊനത്തില്ലാ. ഈ ഒരു കാര്യം ചെയ്യണമെങ്കിലോ, ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്ത്? അള്ളാഹു പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യണം, അള്ളാഹു വിലക്കിയതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഈ ഒരു തീരുമാനം നമ്മളെടുത്തു. ശരി, ഇത് വെറുതെ നടക്കുമോ? അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഇത് നടക്കുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാതെ ഇത് നടക്കുകയില്ല. അതിനാലാണ് ഉടനെ തന്നെ നമ്മൾ പറയുന്നത് വഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഐ ലാ നസ്തഈനു ഇല്ലാ ഇയ്യാക അലൽ ഇബാദ. ഈ പറയപ്പെട്ട ഇബാദത്തിൽ നിന്നോടല്ലാതെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നില്ല. വഗൈരിഹ, അതല്ലാത്ത കാര്യങ്ങളിലും അള്ളാഹുവേ നിന്നോടാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ സഹായം തേടുന്നു. وإياك نستعين أي لا نستعين إلا إياك على العبادة وغيرها والاستعانة طلب العلم. استعانة എന്ന് പറഞ്ഞാൽ إياك نستعين, استعانة എന്ന് പറഞ്ഞാൽ സഹായം തേടൽ. والله سبحانه وتعالى يجمع بين العبادة والاستعانة. الله سبحانه وتعالى ഇബാദത്തും ഇസ്തിആനയും ആരാധനയും സഹായതേട്ടവും ഒരുമിച്ച് കൊണ്ടുവന്നു. أو التوكل في مواطن عدة في القرآن الكريم. ചിലപ്പോൾ ഇബാദത്തിനെയും തവക്കുലിനെയും ഒരുമിച്ച് കൊണ്ടുവരും ഖുർആനിലെ പല സ്ഥലങ്ങളിലും. لأنه, എന്തുകൊണ്ടെന്നാൽ لا قيام بالعبادة على الوجه الأكمل إلا بمعونة الله والتفويض إليه والتوكل عليه. എന്തുകൊണ്ടെന്നാൽ ഇബാദത്ത് പരിപൂർണമായി നല്ല രൂപത്തിൽ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കൽ വേണം, അള്ളാഹുവിൽ ബരമേൽപ്പിക്കൽ വേണം. അതായത് കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യ അല സ്വലാഹ് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ശരിയാണ്, വിജയത്തിലേക്ക് കടന്നു വരണം, നിസ്കാരത്തിലേക്ക് കടന്നു വരണം. പക്ഷെ അതിന് കഴിവും പ്രാപ്തിയും ആരാണ് നൽകേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകേണ്ടത്. നമുക്കൊന്നില്ല, നമുക്ക് സ്വന്തമായ ഒരു കഴിവോ ശേഷിയോ കാര്യമോ ഇല്ല.
അൽ ഫവായിദ്, ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ. മിൻ ഫവായിദിൽ ആയത്തി, ഈ ആയത്തിലെ ഫായിദകളിൽ പെട്ടതാണ് ഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്നത് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. ലിഖൗലിഹി തആല ഇയ്യാക നഅ്ബുദു വവജ്ഹുൽ ഇഖ്ലാസി തഖ്ദീമുൽ മഅമൂൽ, നമ്മൾ നേരത്തെ പറഞ്ഞു മഫ്ഊൽ ബിഹിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതാണ്. വമിൻഹാ ഇഖ്ലാസുൽ ഇസ്തിആനതി ബില്ലാഹി അസ്സ വജൽ, ഇസ്തിആനൻ്റെ വിഷയത്തിൽ അള്ളാഹിനെ മാത്രം സഹായം തേടുന്നു, അള്ളാഹിനോട് മാത്രം, ഇബാദത്തുകളെല്ലാം അള്ളാഹുവിനോട് മാത്രം. ഫഇൻ ഖാല ഖായിൽ, ഇൻഷാ അല്ലാഹ് ഇസ്തിആനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഇലാഹുനാ വല്ലാഹു തആല അഅലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.